എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതമുണ്ട്. കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കൊടകര ഷോപ്പ് ഇപ്പോൾ പേരാമ്പ്ര അപ്പോളുടെ ആ ഒരു സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ് ഈ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് വന്നിട്ടുണ്ട്, 2013 മോഡൽ സ്വിഫ്റ്റാണ്. അതിൽ നമുക്ക് 4 ഡോറിൽ ഡാമ്പിങ് ഉണ്ട്, അതേപോലെ തന്നെ 4 ഡോറിൽ ഫോക്കലിൻ്റെ കമ്മോൺ സ്പീക്കറും കോവാക്സിൽ സ്പീക്കേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ 360 ഡിഗ്രി ക്യാമറയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കാനുള്ളൊരു വർക്ക് കാണിക്കാനുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് നമ്മൾ ബേർഡ് വ്യൂ ക്യാമറ ചെയ്യാനായിട്ട് പോണത്. ഒരുവിധം വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ വയറിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതിന്റെ ഡോർ പേഡ്, അതേപോലെ തന്നെ നമ്മളെ ബാക്കിലേക്ക് പോകണ ഒരു വയറിങ് പോകാനുള്ള സൈഡ് പേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡാഷ്ബോർഡ് കണ്ടോ, ഡാഷ്ബോർഡിന്റെ ആ ഒരു ഫുൾ പീസായിട്ട് അടിച്ച് മാറിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റീരിയോ, ഇതിലുണ്ടായിരുന്ന സ്റ്റീരിയോ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇതിൽ നമ്മൾ കമ്മോൺ സ്പീക്കറും കോവാക്സിൽ സ്പീക്കേഴ്സ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ ഡോർ പേഡ് അയച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മിററിൽ നമുക്ക് ക്യാമറ ചെയ്യാനുണ്ട്. നമ്മുടെ ബേർഡ് വ്യൂ ക്യാമറയുടെ 2 മിററിൽ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കൂടി നമ്മൾ ഡോർ അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് സ്പീക്കേഴ്സ് ചെയ്യാനായിട്ട് മുമ്പ് നമുക്ക് ഡാമ്പിങ് വർക്കും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ 360യുടെ വയറിങ് 4 സൈഡിലേക്ക് പോകട്ടോ. 2 ഫ്രണ്ട് ഡോറിലേക്ക് വരും, അതേപോലെ തന്നെ ബാക്ക് ഡിക്കിലേക്കും വരും. പിന്നെ വരുന്ന നമ്മുടെ ബമ്പറിന്റെ നമ്പർ പ്ലേറ്റിന്റെ അടിയിലേക്കാണ് വരിക, ഫ്രണ്ട് ബമ്പറിന്റെ കേട്ടോ. സെറ്റിന്റെ മൈക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്റ്റേണൽ മൈക്കും വെക്കാം, അതേപോലെ തന്നെ അതിൽ ആ സ്റ്റീരിയോയിൽ തന്നെ നമുക്ക് ഇന്റേണൽ മൈക്കും ഉണ്ട് കേട്ടോ. ഡാമ്പിങ് ചെയ്യാനായിട്ട് ഇതിൽ ഫുള്ള് പൊടി കാര്യങ്ങളൊക്കെയാണ്, ചെളി കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തതിനു ശേഷം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡാമ്പിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഫ്രണ്ട് ക്യാമറ നമ്മൾ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ലുക്കിലാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഇവിടെ സെറ്റ് ചെയ്ത് ചെയ്യുന്നത്. മോഡൽ സ്വിഫ്റ്റിൽ നമ്മൾ ക്യാമറ ഈ ഒരു പോർഷനിൽ വെക്കാം കേട്ടോ. 360 ആയതുകൊണ്ട് തന്നെ അത് ബ്രാക്കറ്റ് ക്യാമറ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെന്ററിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു പോർഷനിൽ വെക്കുക. പിന്നെ സ്വിഫ്റ്റിൽ വേറൊരു ടൈപ്പ് ക്യാമറ വെക്കാൻ പറ്റും, ബട്ടൺ ക്യാമറ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ 360യിൽ ഇൻബിൽട്ട് ആയിട്ട് ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യമില്ല കേട്ടോ. ബാക്കിലേക്ക് വരുന്ന വയറിങ് നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് കണ്ടോ. ഇതിൽ വേറെ വയറിങ് ജോയിന്റിങ് ഒന്നും ഇല്ല. കറക്റ്റായിട്ട് നമ്മൾ ടേപ്പ് അടിച്ച് ടൈ അടിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഒതുക്കി ഈ ടൈ അടിക്കാത്ത പക്ഷമാണ് ഇങ്ങനെ കിടന്നടിക്കുക, വയറൊക്കെ വെറുതെ കിടന്നടിക്കും. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ വരും. അപ്പൊ ഡാമ്പിങ് ചെയ്യണമെങ്കിൽ ഡോർ പേഡില് കുറെ അധികം വൈബ്രേഷൻ കുറയും കേട്ടോ. ഈ സൈഡിൽ നിന്നുള്ള വയറിങ് നമ്മൾ ഇൻഫോടൈൻമെന്റ് അവിടെ എത്തിച്ചിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുത്താൽ മതി. പിന്നെയുള്ള പണി എന്ന് പറയുകയാണെങ്കിൽ ഈ മിററിൽ നമുക്ക് ക്യാമറ വെക്കാനുള്ളത്. അപ്പൊ മിറർ കാര്യങ്ങളൊക്കെ നമുക്ക് അഴിക്കണം. സ്വിഫ്റ്റൊക്കെ അഴിക്കുമ്പോൾ കുറച്ച് എന്താ പറയാ, ഇത്തിരി പാടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ പൊട്ടാന്നുള്ള സെറ്റപ്പിലുള്ള മിററാണ്. അധികം കനൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് മിററാണ് സ്വിഫ്റ്റിനൊക്കെ വരുന്നത് കേട്ടോ. ഈ ഒരു മോഡൽ സ്വിഫ്റ്റിന് പിന്നെയും കനണ്ടെന്ന് പറയാം. പക്ഷെ പുതിയ മോഡലിൽ തീരെ കട്ടില്ലാത്ത ടൈപ്പിലാണ്. ചിലപ്പോൾ പിടിച്ച് വലിക്കുമ്പോൾ അതിന്റെ ഗാഡിയൊക്കെ ഒടിഞ്ഞു പോകുന്ന ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നോക്കി അഴിക്കണം സ്വിഫ്റ്റിനൊക്കെ കേട്ടോ. ഇതിപ്പോ ബാക്ക് ഡിക്കിൽ വരുന്ന ഒരു പോർഷൻ ഇല്ലേ ഫൈബറിന്റെ, അത് നമ്മൾ ഈ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം വരുന്നത് ബ്രാക്കറ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന ക്യാമറ കേട്ടോ. ഫുള്ള് വരുന്നത് അത് ഓപ്ഷണലായിട്ട് നമുക്ക് ഏത് വണ്ടിയിലും ഫിറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലാണ് ആ ഒരു കിറ്റിൽ വന്നത് കേട്ടോ. ഡാമ്പിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഡോറിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ കവേർഡ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫുള്ള് കവേർഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അറ്റം തൊട്ടിട്ട് അറ്റം വരെ ഫുള്ളായിട്ട് താഴെ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഡാമ്പിങ് ചെയ്യുമ്പോൾ ഇതിൽ ഓയിൽ മയം അതേപോലെ തന്നെ ഗ്രീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തുടച്ചില്ലെങ്കിൽ സാധനം ഒരു 2 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് ഊഴ്ന്നിറങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് തുടച്ച് വാക്സ് അടിക്കണ പോലെ തന്നെ ഫുള്ള് തുടച്ചെടുക്കണം. എന്നിട്ട് വേണം ഇത് ഓരോ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കാനായിട്ട്. നല്ലോണം ഹീറ്റും അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഹാമർ കൊണ്ട് കുത്തി കൊടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് വിട്ടുപോലുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അതിന്റെ റോളർ കൊണ്ടൊക്കെ നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ കവേർഡ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ ഒരു ഡോർ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഗ്യാപ്പുകളിലാണ് കൂടുതലും കാര്യമുള്ളൂ. ഇവിടെ നിന്ന് നടുക്ക് ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഫുൾ ഡോർ കവേർഡ് ചെയ്ത് ഒട്ടിക്കാം. അല്ല പറഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാത്രമായിട്ട് ഒട്ടിക്കാം കേട്ടോ. അത് ഓരോരുത്തരെ ഫണ്ട് അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ബേർഡ് വ്യൂ ക്യാമറയുടെ വയറിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ മിററിൽ ക്യാമറ ഫിറ്റിംഗ് ആണ്. ഇത്തിരി ചടങ്ങുള്ള പരിപാടിയാണ്, നോക്കി തന്നെ ചെയ്യണം. ഒരു സൈഡിൽ ഞാൻ കണ്ടോ അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ.
ഇനിയിപ്പോൾ ഈ ഒരു സൈഡും കൂടിയും അഴിക്കണം. ഇത് റൈറ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡ് നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വണ്ടി തട്ടിയിട്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇത് കണ്ടോ അവൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അത് മാറണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഡ് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ അയച്ചെടുക്കാം കേട്ടോ. ഈ ലുക്കിലാണ് നമ്മുടെ മിററിന്റെ ഉൾവശം വരുന്നത്. ഇപ്പോൾ നമ്മളെ ക്യാമറ ഇതിലേക്ക് ഹോൾ അടിച്ച് ഫിറ്റ് ചെയ്യാം കേട്ടോ. അതിന് കറക്റ്റ് ആ ഒരു കിറ്റിൽ തന്നെ നമുക്ക് ആ ബിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. കറക്റ്റ് ഈ ഒരു അളവ് എടുത്തിട്ട് സെൻറ്ററിൽ ഈ ഒരു പോർഷനിൽ വരും കേട്ടോ. കണ്ടോ, സെൻറ്ററിലാണ് വരിക. അത് ഹോൾ അടിച്ചിട്ട് കറക്റ്റ് ആ റബ്ബർ വാഷൊക്കെ ഇട്ടിട്ട് വെള്ളം കയറാത്ത രീതിയിൽ നമുക്ക് ഫിറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അതിനോട് ഈ ഗ്ലാസ്സൊക്കെ നമുക്ക് അയച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ക്യാമറയും കൂടി ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വയർ ചെയ്യണ്ട ടൈയൊക്കെ അടിച്ചിട്ട് നമ്മൾ ഈ ഒരു ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷനിൽ കൂടെ താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ നമ്മുടെ ഇൻഡിക്കേഷൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ ഇത് ടൈറ്റ് വരാൻ പാടില്ല വയർ, കാരണം വെച്ചാൽ ഇത് മടക്കാനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ലൂസ് ഇട്ടിട്ട് വേണം. ഉള്ളിൽ ലൂസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ലൂസ് ഇട്ടിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ഫുൾ ടൈറ്റ് ചെയ്ത് വയർ ഫോൾഡ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്ലാസും അതേപോലെ തന്നെ ഈ ഒരു ഇന്ത്യക്കാരൻ്റെ ആ ഒരു ബാക്കിൽ വരുന്ന പേടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വണ്ടിയിലേക്ക് നമുക്ക് കയറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡോർ ഡാമ്പിങ് അതേപോലെ തന്നെ 360യുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 360 നമ്മൾ ഇതാണ് ഇരുട്ടാവാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു 5:30 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടാവണ കൊണ്ട് നമുക്ക് കാലിബ്രേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഗ്രൗണ്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പോകാം. ഡാമ്പിങ് ഒക്കെ ഏകദേശം ഉണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് ഒട്ടിക്കാനുള്ള സ്ഥലത്തൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. ബാക്കി ഡാമ്പിങ്ങിൻ്റെയും അതേപോലെ തന്നെ സ്പീക്കേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ലുക്കിലാണ് വരുന്നത് കേട്ടോ. ആകെ എന്താ പറയുക, ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. അതൊക്കെ നമുക്ക് ഒന്നാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, ഈ ഒരു ഷീറ്റ് വെച്ചാട്ടോ നമ്മൾ കാലിബ്രേഷൻ ചെയ്യണം കേട്ടോ. ഇത് ബാക്കിലും ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇത് വിരിക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് ഓരോ ക്യാമറയുടെ പൊസിഷനൊക്കെ നോക്കിയിട്ട് ഇൻഫോർടൈൻമെൻറ്റിൽ അടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ക്യാമറ കറക്റ്റായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാലിബ്രേഷൻ്റെ ഷീറ്റ് നമ്മൾ വിരിച്ചിട്ടുണ്ട് അവിടെ. എന്നിട്ട് നമ്മളിത് കാലിബ്രേഷൻ ചെയ്യാൻ പോകണം കേട്ടോ. ബേർഡ് വ്യൂ ക്യാമറ ഉണ്ടോ, ഒരു ബന്ധമില്ലാത്ത 4 ക്യാമറയും ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നിൽക്കണത്. ഞാൻ 3D ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, എല്ലാ എഡ്ജിലും ഓരോ ബ്ലറൊക്കെയാണ് കണ്ടോ. കറക്റ്റായിട്ട് നമുക്ക് വ്യൂ കണ്ടാൽ മനസ്സിലാവും. ഒരു ഇതില്ല, ഫുള്ള് ബ്ലറും ഓരോ മൂലയും വെവ്വേറെ ആയിട്ട് നിൽക്കണേ. അതൊക്കെ നമുക്ക് ഒന്നാക്കി എടുക്കണം. നമ്മൾ മേളിൽ നിന്ന് ഒരു കിളി വന്ന് നോക്കണ പോലെ നമുക്ക് ഫീല് വരണം. അതിനു വേണ്ടി നമ്മൾ കാലിബ്രേഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷർമെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇത് കണ്ടോ, ഈ ഒരു ലുക്കിലാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റോട്ടിലേക്ക് ഇറക്കാം കേട്ടോ. കാലിബ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഷോപ്പിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇന്റർലോക്കിൽ നിന്ന് നമ്മൾ റോഡിലേക്ക് ഇറങ്ങാണ്. ജസ്റ്റ് ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇനിയിപ്പോൾ നമ്മുടെ കമ്മോൺ സ്പീക്കർ ഫിറ്റിങ് കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് ഡോർ ഡാമ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് എയർ ടൈറ്റിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്ക്രൂ ചെയ്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ മെയിനായിട്ട് ഈ സ്പീക്കേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കറക്റ്റായിട്ട് ഈ സെറ്റിലായാലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ഓരോ സ്പീക്കേഴ്സ് വയറിൽ. അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്താലാണ് അതിന്റെ ഒരു എന്താ പറയുക റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. സ്പീക്കേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ സ്പേസിലിട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഈ സ്പീക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ അതിന് നല്ല രീതിയിൽ എയറൊക്കെ ആയിരിക്കും ഏറിയതുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സ്പേസറിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരുമ്പോൾ ആ ഒരു സ്പീക്കറിന്റെ എഫക്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഫുള്ള് കവേർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഫോം കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഈ ഒരു സ്പേസർ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഡാമ്പിങ്ങിന്റെ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യാം, ഫുള്ളായിട്ട് കവർ ചെയ്യുക. എന്നാൽ ആ ഒരു സ്പീക്കേഴ്സിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. മൊത്തം നമ്മളിപ്പോ ഡാമ്പിങ് ഒരു 9.5 ഷീറ്റ് എടുത്തിട്ടുണ്ട്, 2 ഡോറും കൂടിയിട്ടാ. അപ്പോ ഇത്രയും ഷീറ്റ് ബാക്കി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ സ്പേസർ ചെയ്യുമ്പോഴേക്കും സ്പേസറിന് ചുറ്റും ഡാമ്പിങ് ഷീറ്റ് വെച്ച് കവർ ചെയ്യുമ്പോഴേക്കും ആ ഒരു 10 ഷീറ്റ് കംപ്ലീറ്റ് ആവും കേട്ടോ. സ്പീക്കർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ സ്റ്റിയറിംഗ് റാപ്പിംഗ് കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ബ്ലാക്കിലുള്ള ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തത്. സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലൊക്കെ നമുക്ക് ഫുൾ ബ്ലാക്കില്, ബീജില്, അതേപോലെ തന്നെ കോഫി ബ്രൗണിലൊക്കെയാണ് വരുന്നത് കേട്ടോ.
നമ്മുടെ ഫ്രണ്ട് സ്പീക്കറിന്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡാമ്പിങ്ങും അതേപോലെ തന്നെ കവറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡാമ്പിങ് കൊണ്ട് ഡാമേജ് കൊണ്ട് ഫുള്ളായിട്ട് നമ്മളിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്, എയർ പോവാത്ത രീതിയിൽ കേട്ടോ. പിന്നെ സ്പീക്കേഴ്സിന്റെ എല്ലാ ഹോളിലും നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 സ്ക്രൂ ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടെ എയർ പോകാൻ ചാൻസ്. അപ്പൊ ഫുള്ള് ആ ഒരു ഹോൾ ഇപ്പൊ സ്പീക്കേഴ്സിൽ എത്ര ഹോൾ ഉണ്ടോ അതിലൊക്കെ നമ്മൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കമ്പോണന്റ് സ്പീക്കർ ചെയ്യുമ്പോൾ മാത്രം കേട്ടോ. കോവേക്സൽ സ്പീക്കേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ 4 സ്ക്രൂ ഇട്ടാലും മതി. പക്ഷെ കമ്പോണന്റ് സ്പീക്കർ ചെയ്യുമ്പോൾ അത്രയും പവർഫുൾ ആയിട്ടാണ് എയർ തള്ളണത്. അപ്പോൾ നമ്മൾ 4 സ്ക്രൂ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ എയർ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഞാൻ സ്ക്രൂ ഇട്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു സൈഡ് നമ്മൾ ടോർബേറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കിലെ കോവാക്സൽ സ്പീക്കേഴ്സ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടാണ് നിൽക്കുന്നത്. ഇതിൽ നോർമലായിട്ടുള്ള ഇവിടെ ഇറക്കുന്നുണ്ട് സ്പീക്കേഴ്സ് കണ്ടോ. നോർമലായിട്ടുള്ള സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നത് കമ്പനി വരുന്ന ഒരു നിപ്പോന്റെ സ്പീക്കറും അതേപോലെ തന്നെ സോണിയുടെ കോവാക്സൽ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മുടെ ഫോക്കിൽ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ സ്പേസർ ഒന്നും ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോ സ്പേസർ ഇട്ടിട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു ഫൈബർ സ്പേസർ ഇട്ടിട്ട് ചെയ്യണത്. കോവാക്സൽ സ്പീക്കേഴ്സ് ഈ ഒരു ലുക്കിലാണ് വരുന്നത്. നമ്മൾ ചെയ്യാൻ പോണ ഫോക്കലിന്റെ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ട്യൂട്ടർ ഇല്ല കേട്ടോ. കണ്ടോ ഇതിന്റെ ബാക്ക് വശം ഒന്ന് കാണിച്ചു തരാം. ഇത് നോർമലായിട്ടുള്ള മാഗ്നറ്റ് ആണ്. നമ്മൾ സോൾഡറിംഗ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മളെ സ്വിഫ്റ്റിന്റെ ലാസ്റ്റ് സ്പീക്കേഴ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഫുൾ വർക്കും കഴിഞ്ഞു. ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ 360 ഡിഗ്രി ക്യാമറയുടെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ ഇരുട്ടായി. അപ്പൊ നാളെ ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നമുക്ക് നോക്കി റോട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് കേട്ടോ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ. എന്നാലേ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിന്റെ 4 സൈഡിൽ നമ്മൾ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സ്റ്റീരിയോയുടെ ഓഡിയോ ക്വാളിറ്റിയും അതേപോലെ തന്നെ 360യുടെ ക്ലാരിറ്റി ഒക്കെ കാണിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഡാമ്പിങ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഓഡിയോ ക്വാളിറ്റി ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയതാ, ഇത്ര ക്ലാരിറ്റി നമുക്ക് കിട്ടിയത്. കാരണം നമ്മളിപ്പോ എത്ര വലിയ സ്പീക്കർ വെച്ചു എന്നുള്ളതല്ല, അത് പതറാണ്ട് ഒരു ക്ലാരിറ്റിയിൽ കേൾക്കണം, ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കേൾക്കാൻ പറ്റണം. അതാണ് അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അത് ഡാമ്പിങ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കമ്പോണന്റ് സ്പീക്കർ, ഇപ്പോ ഫ്രണ്ടിൽ കമ്പോണന്റ് സ്പീക്കർ വെച്ച് ബാക്കിൽ കോവാക്സിൽ വെച്ച്, അപ്പൊ ഒരു അത്രയും പവർഫുൾ ആയിട്ട് സ്പീക്കർ വെക്കുമ്പോൾ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഒക്കെ ഡോറിന് വരും. അപ്പൊ നമ്മൾ ഡാമ്പിങ് ചെയ്തുകൊണ്ടാണ് ഇത്ര ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടിയത് കേട്ടോ. സോങ് വെച്ചിട്ട് നിങ്ങളെ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. അതിന് മുമ്പ് ഒരു സ്റ്റീരിയോനെ കുറിച്ച് പറയാം. ഇത് T9 പ്രൊസസർ ഉള്ള ഒരു ഇൻഫോർടൈൻമെന്റ് ആണ് കേട്ടോ. IPS ഡിസ്പ്ലേ, അതേപോലെ തന്നെ 3GB പ്ലസ് 32 ഇന്റേണലൊക്കെ ഒരു കിടക്കാച്ച സ്റ്റീരിയോ ആണ്. നമ്മൾ 2-3 വീഡിയോയിൽ ഈ ഒരു സ്റ്റീരിയോ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടാ. ഒരുവിധം എല്ലാ വണ്ടിയിലും നമുക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് 360 ഇൻബിൽട്ട് വരുന്ന ഒരു സ്റ്റീരിയോ ആണ് കേട്ടോ. 360 കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ഒരു മോഡൽ ഇട്ടാണത്, സൈഡും ബാക്കും. ഇത് ബേർഡ് വ്യൂ ക്യാമറയാണ്. ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ് ആട്ടോ. അപ്പൊ നമുക്ക് ഓരോ പൊസിഷനിൽ നമുക്ക് ഇടാനായിട്ട് പറ്റും വണ്ടിയുടെ. കണ്ടോ, ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ വന്നേണത് നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാന്നുള്ളൊരു ഇതാണ്. മെയിൻ ആയിട്ട് പാർക്കിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു സംഭവമാണ്. റണ്ണിങ്ങിൽ നമുക്ക് ഇടാനായിട്ട് പറ്റും, പക്ഷെ പാർക്കിങ്ങിന് വേണ്ടിയാണ് 360 ഡിഗ്രി ഉള്ളത് കേട്ടോ. അപ്പൊ ഇതിപ്പോ ഫ്രണ്ട് ക്യാമറ ആയിട്ട് കാണിച്ചു തരാം. കണ്ടോ, പക്ക ക്ലാരിറ്റിയിലാണ് ഒരു ക്യാമറ വന്നേണത്. കണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വൈഡ് അല്ലാണ്ടും ഇടാൻ പറ്റും. കണ്ടോ, ബാക്ക് ക്യാമറ എടുക്കണമെങ്കിൽ ഒന്നുമില്ല, അതെ ഓരോ പൊസിഷനിൽ നമുക്ക് ഇടാനായിട്ട് പറ്റും. നോർമലായിട്ട് കണ്ടോ, ഓരോ സൈഡിലിടാം. 2 സൈഡും കാണണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നേരത്തെ ഇട്ട പോലെ തന്നെ. നമ്മുടെ ഈ ഒരു സ്റ്റീരിയോയുടെ മെയിൻ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ 3D ആണ്. കൂടുതൽ ഏജ്ഡ് ആയുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരമുള്ള സംഭവം കേട്ടോ. കാരണം അവർക്ക് നമുക്ക് നോക്കാനായിട്ട് പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സംഭവം കണ്ടോ, ഫുള്ള് നമുക്ക് ചുറ്റും കാണാനായിട്ട് പറ്റും. കണ്ടോ, അത്രയ്ക്കും ക്ലാരിറ്റിയാണ്. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ക്ലാരിറ്റി തന്നെ നമുക്ക് ഈ ഒരു 360 കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇത് ഏതൊരു വണ്ടിയിലായാലും നമുക്കത് കാലിബ്രേഷൻ ചെയ്തിട്ട് ആ ഒരു വണ്ടിയുടെ അളവിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ നമുക്ക് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ നൈറ്റ് ആയാലും മഴയത്തായാലും നല്ല ക്ലാരിറ്റിയാണ്. ഇത്ര തന്നെയാണ് ഈ 360യുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ എന്ത് തന്നെ ഇത് ആയാലും നമുക്കിത് പ്രോഗ്രാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഒരു ഇതെല്ലാം സെറ്റിംഗ്സ് വന്നിട്ടുണ്ട്. വെഹിക്കിൾ സെറ്റിംഗ്സ്, റെക്കോർഡിംഗ് സെറ്റിംഗ്സ്, ഫുൾ ക്യാമറ നമുക്ക് വിഷൻ റെക്കോർഡ് ചെയ്യാനും പറ്റൂടാ. പിന്നെ എഞ്ചിൻ സെറ്റിംഗ്സ്, ഇതിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂ വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ അപ്ഡേഷൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഈ ലുക്കിലാണ് നമ്മുടെ സ്വിഫ്റ്റ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റീരിയോയിൽ 360 ചെയ്ത സ്റ്റീരിയോയിൽ എങ്ങനെ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ കാറിന്റെ ഉള്ളിൽ വന്നേക്കാട്ടാ. ഈ കറക്റ്റ് നമ്മൾ നിന്ന ആ റോഡിന്റെ അതേ പൊസിഷനിലാട്ടാ ഉണ്ടാവുക. കണ്ടോ,
ഇതാണ് ഈ ഒരു 3Dയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിന് ഭയങ്കര എളുപ്പമായിരിക്കും. എവിടേക്കാണ് തട്ടാൻ പോണേ, എവിടേക്കാണ് ആ ഒരു കാര്യങ്ങളൊക്കെ കിടക്കണേ എന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ ഇക്വലൈസർ ആണ്, DSP വരുന്നുണ്ട്. ഇത് 48 ബാൻഡ് ഇക്വലൈസർ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അതിൽ തന്നെ നമുക്ക് ഒരുപാടധികം ഇക്വലൈസർ മോഡുകൾ വരുന്നുണ്ട് കണ്ടോ. ഓക്കെ, ഇപ്പൊ അതിൽ വോയിസിൽ ഇട്ടാണത്, നമുക്ക് കസ്റ്റം ചെയ്ത് ഇടാനും പറ്റും, യൂസറിലായിട്ട് ഇടാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ജാസ്, റോക്ക് ഇങ്ങനത്തെ എല്ലാ സ്റ്റീലിലും വരുന്ന പോലത്തെ ഒരു ഇക്വലൈസർ മോഡുകളും ഉണ്ട്. പിന്നെ ബാലൻസ് ചെയ്യാം, ഏതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റണേന്നുള്ളതും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതൊക്കെ തന്നെയാണ് ഈ ഒരു സ്റ്റീരിയോയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സബ് ഊഫർ, ഫ്രീക്വൻസി, സബ് ഫ്രീക്വൻസി, ഗെയിൻ എല്ലാം നമുക്ക് ഡയറക്റ്റ് ഇതിൽ തന്നെ മാനുവലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുവിധം സ്റ്റീലിൽ നിന്നും കിട്ടാത്തതാണ് ഇതിലങ്ങനെ വന്നിട്ടുണ്ട്. ഇനി സ്റ്റീലിന്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങളെ കേൾപ്പിച്ചു തരാം. നമ്മുടെ ഡാമ്പിങ്ങും അതുപോലെ തന്നെ ഫോക്കന്റെ സ്പീക്കേഴ്സ് ഒക്കെ ഇടതല്ലേ, ആ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് അറിയാം കേട്ടോ. സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് NCS മ്യൂസിക് ചെയ്യാൻ പറ്റുള്ളൂ, കോപ്പിറൈറ്റ് കിട്ടാത്തതാണ് നമുക്ക്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിലേതെങ്കിലും നല്ല ഒരു മ്യൂസിക് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ കാർപ്ലേ അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോക്കെ കറക്റ്റ് ആയിട്ട് ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കത്തിനുള്ള നമ്മളെ ഒരു സ്വിഫ്റ്റിന്റെ വീഡിയോ കേട്ടോ. നമ്മൾ 360 ഡിഗ്രി ക്യാമറയും അതേപോലെ തന്നെ ഡാമ്പിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇനി അടിപൊളി ഒരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.